നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. എനിക്ക് എല്ലാവർക്കും ആക്ച്വലി ഒരു മെസ്സേജ് മെയിനായിട്ട് പറയാനുള്ളത്, ഇനി ഒരു 1 വീക്കിന് ഞാൻ ഒട്ടും ഉണ്ടാവില്ല. ഓക്കെ, ഞാൻ നാട്ടിൽ നിന്ന് തിരിച്ച് US മടങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ കുറച്ച് കാര്യങ്ങളുണ്ട്. ഞാൻ ഇവിടുന്ന് ഇനി ബോംബെയിലേക്ക് പോകും, ബോംബെയിൽ നിന്ന് പിന്നെ അങ്ങനെയാണ്. സോ കുറച്ച് സമയം ഒന്നും സെറ്റപ്പ് ഒന്നും ശരിയാവില്ല. ഓക്കെ, ഞാൻ ഒന്നും ചെയ്യുന്നുണ്ടാവില്ല. അത് ആദ്യത്തെ കാര്യം. സോ നമുക്കിനി ഒരു 20-21 ഒക്കെ കഴിഞ്ഞിട്ട് റീഡിങ്സുമായിട്ട് ഞാൻ വരാൻ ശ്രമിക്കാം. പിന്നെ വേറൊരു കാര്യം, ഞാൻ ഐ തിങ്ക് ജനറൽ റീഡിങ്ങിൽ ഞാൻ പറഞ്ഞിരുന്നു, അത് അവർ ഏതാ റീഡിങ് കാണുന്നതെന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാൻ ഇവിടെ കൂടെ ഇട്ടേക്കാം. ഇന്നലെ ഒരു പാലക്കാട് ഇവിടെ ഒരു ഫംഗ്ഷൻ വെച്ചിട്ട് ഒരു കുട്ടിയെ ഞാൻ കണ്ടിരുന്നു. അവർ പെട്ടെന്ന് എന്നോട് മറ്റേ ഹീലിംഗ് ലൈഫിൻ്റെ അല്ലേ കവിതയല്ലേ എന്ന് പറഞ്ഞ് സംസാരിച്ചപ്പോൾ എനിക്ക് വളരെ വളരെ സന്തോഷമായി. ശരിക്കും ദൈവത്തിൻ്റെ ഒരു ബ്ലെസ്സിങ് പോലെ എനിക്ക് ഫീൽ ചെയ്തു. നമ്മളെ ഒരാൾ തിരിച്ചറിയുക എന്നൊക്കെ പറയുമ്പോഴേ, മീൻസ് ഫാമിലി ഇതൊന്നും അല്ലാതെ നമ്മൾ പുറത്ത് നിന്നിട്ട് ആരെങ്കിലും ഒക്കെ ഇങ്ങനെ തിരിച്ചൊക്കെ അറിയുമ്പോൾ ഞാനെപ്പോഴും അതൊക്കെ എനിക്ക് വളരെ വളരെ സന്തോഷം തരുന്ന കാര്യങ്ങളാണ്. സോ അവരുടെ പേര് ഞാനിവിടെ പറയുന്നില്ല, ബട്ട് പാലക്കാടിലെയാണ്, അവർക്ക് അറിയാം ആരാന്ന്. ഓക്കെ, ഐ ഡോണ്ട് നോ പേര് പറഞ്ഞാൽ ഇനി വേണ്ട. ഓക്കെ, സോ എന്തായാലും അങ്ങനെ ചില നല്ല മൊമെൻറ്റ്സ് ഒക്കെ ഉണ്ടായി എനിക്കിവിടെ. അതുപോലെ സായിബാബയുടെ കുറച്ച് അന്നദാനം കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റി. ബാബയുമായിട്ട് ഒരുപാട് കണക്ഷൻ ഫീൽ ചെയ്തു ഇവിടെ വന്നിട്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായി. എല്ലാം ഞാൻ ഇനി തിരിച്ചു പോയ ശേഷം ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോസൊക്കെ വരാം. കുറേ കാര്യങ്ങളൊക്കെ എൻ്റെ മനസ്സിലുണ്ട്, ചെയ്യാൻ ആഗ്രഹമുണ്ട്, നമുക്ക് നോക്കാം. എന്തായാലും ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. അല്ലെങ്കിൽ നിങ്ങൾ തരുന്ന സ്നേഹത്തിനൊക്കെ ഒരുപാട് ഒരുപാട് നന്ദി. ഓക്കെ, നമുക്ക് റീഡിങ്ങിലേക്ക് കിടക്കാം, കൂടുതൽ നീട്ടുന്നില്ല. ഓക്കെ, ഇപ്പോൾ എടുക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സ്. ആൻഡ് ഇനി 1 വീക്കിൽ, നെക്സ്റ്റ് 1 വീക്കിലേക്കുള്ള എന്തായാലും ഞാൻ റീഡിങ് ഇടുന്നുണ്ടാവില്ല. സോ 1 വീക്കിലേക്ക് നിങ്ങൾക്ക് പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് എന്താ പ്രതീക്ഷിക്കാൻ പറ്റുക നമുക്ക് നോക്കാം. നിങ്ങളുടെ ബന്ധത്തിൽ എന്താണ് സംഭവിക്കാൻ സാധ്യത? ഓക്കെ, ആദ്യം ഫീലിങ്സ് എടുക്കാം, എന്നിട്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. 2 of Swords, വേൾഡ്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഒരു കൺഫ്യൂഷനിൽ നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു തീരുമാനം എടുക്കാൻ പറ്റാതെ, ഡിസിഷൻ എടുക്കാൻ പറ്റാതെയൊക്കെ നിൽക്കുന്ന ഒരു ഇതിലാണ് എനിക്ക് കാണുന്നത്. ഒരു എൻഡിങ് പോലെ വന്നിട്ടുണ്ടാവാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ ഇടയിൽ ഒരു ഡിസ്റ്റൻസ് എന്ന രീതിക്ക് എനിക്ക് കാണുന്നുണ്ട്. അതിപ്പോൾ നിങ്ങൾ ദൂരെ ആയിരിക്കാം, ഓക്കെ, പരസ്പരം കാണാൻ പറ്റാത്തൊരു ഡിസ്റ്റൻസിൽ നിൽക്കുന്നവരായിരിക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ ജസ്റ്റ് മനസ്സുകൊണ്ടുള്ള അകൽച്ചയുടെ കാര്യവുമായിരിക്കാം. ഓക്കെ, ഇവിടെ ചില സൈക്കിൾസ് എൻഡിങ് എന്ന രീതിക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഇടയിൽ കോൺഫ്ലിക്റ്റ് വന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ ലൈക്ക് എന്തോ ചിന്തിക്കുന്നുണ്ട്. മേ ബി അവരുടെ ലൈഫിൽ പ്രശ്നങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഇടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ, കോൺഫ്ലിക്റ്റ് വന്ന് കാണാം. അതുകൊണ്ടായിരിക്കാം ഇപ്പോൾ ഒരു കൺഫ്യൂസ്ഡ് മൈൻഡിൽ നിൽക്കുന്നത്. അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ വേറെ എന്തെങ്കിലും കോൺഫ്ലിക്റ്റോ കാര്യങ്ങളോ നടക്കുന്നുണ്ടാവാം, ഇഷ്യൂസ് എന്തെങ്കിലും നടക്കുന്നുണ്ടാവാം. നിങ്ങൾ തമ്മിൽ ഒരു എൻഡിങ് വേണോ, അതോ ആക്ച്വലി റിന്യൂവൽ ആഗ്രഹിക്കുന്ന പോലെയാണ്. നിങ്ങൾ തമ്മിൽ ഒരു കോൺഫ്ലിക്റ്റ് വന്ന് നിങ്ങൾ അകന്നിട്ടുണ്ടെങ്കിൽ അവർ വീണ്ടും ഒരു റിന്യൂവൽ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, റീസ്റ്റാർട്ട് ആഗ്രഹിക്കുന്നുണ്ട്, ഒരു ന്യൂ ബിഗിനിങ് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെയും ആവാം. ഓക്കെ, കുറച്ച് പേർക്ക് എൻഡിങ് ആണെങ്കിൽ ഐ തിങ്ക് ഒരു റീസ്റ്റാർട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. കോൺഫ്ലിക്റ്റിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ട്. എനിക്ക് വളരെ കൺഫ്യൂസ്ഡ് ആയിട്ടാണ് കാണുന്നത്. 6 of Pentacles, 8 പേര്. അവർ അപ്രോച്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ അടുത്ത്. അവർ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഒരു മെസ്സേജ് ഇടണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. മേ ബി കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ തന്നെ മേ ബി അവർ നിങ്ങളോട് കമ്മിറ്റഡ് ആയിട്ട് നിൽക്കുന്നത്. അവർ ശരിക്കും നിങ്ങളോട് എന്തെങ്കിലും ചിലപ്പോൾ സംസാരിച്ച് തെറ്റിയിട്ടുണ്ടെങ്കിൽ അതിനൊരു സോറി പറയാനോ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട് അവർ. ഓക്കെ, ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ആഗ്രഹിക്കുന്നുണ്ട്. അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ബാലൻസ് ആഗ്രഹിക്കുന്നുണ്ട്. ശരിക്കും നിങ്ങൾ തമ്മിൽ എന്താ പറയുക, നിങ്ങൾ അങ്ങോട്ട് കൊടുത്ത സ്നേഹം, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് കൊടുത്ത കെയർ എല്ലാം അവർ തിരിച്ചും നിങ്ങൾക്ക് തരണം എന്ന രീതിക്ക് ആഗ്രഹിക്കുന്നത്. ബട്ട് ഐ തിങ്ക് അവരുടെ ലൈഫിൽ മൾട്ടിപ്പിൾ കാര്യങ്ങളുണ്ട് ഇപ്പോൾ. ഓക്കെ, അഗൈൻ ഇവിടെയും അത് തന്നെയാണ്, 2 സിറ്റുവേഷൻ എന്ന രീതി കാണുന്നുണ്ട്. ചിലപ്പോൾ അവരുടെ ലൈഫിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ, പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഫാമിലി തടസ്സങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കൺഫ്യൂഷൻ എന്ന രീതിക്കാണ് എനിക്ക് കാണാം. അവർ തീരുമാനം എടുക്കാൻ ശ്രമിക്കുന്ന പോലെ കാണുന്നുണ്ട്. ഈ കാർഡ്സിന് ഈ ഡെക്കുന്നോടെ എടുക്കാം, ഫീലിങ്സ് തന്നെ എടുക്കാം. എക്സ്പെക്ടേഷൻ, dependence and final destination. See again, ഇവിടെ എനിക്ക് അഗൈൻ തേർഡ് പാർട്ടിയുടെ ഒരു എനർജി കൂടി നമുക്ക് പറയാം. കാരണം 2 സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ മേ ബി അവരുടെ ലൈഫിൽ തേർഡ് പാർട്ടി എന്ന രീതിക്കായിരിക്കും. അതിപ്പോൾ ഫാമിലി ആവാം കുറച്ച് പേർക്ക്. ഓക്കെ, ഫാമിലി തടസ്സങ്ങളായിരിക്കും, അല്ലെങ്കിൽ മാരീഡ് ആയിരിക്കും. അങ്ങനത്തെ സിറ്റുവേഷൻസ് ഉണ്ട് ഇവിടെ. കാരണം ഇവിടെ ജഡ്ജ്മെന്റ് കാണുന്നുണ്ട്, ഡിസീറ്റ് ഉണ്ട്, ഇവിടെ ഒരു ചീറ്റിംഗ് എനർജി ഉണ്ട്. നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ വേറെയും എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാവാം.
ഇവിടെ ശരിക്കും പറഞ്ഞാൽ വെയിറ്റിംഗ് ഫോർ യുവർ റിപ്ലൈ, ഹോപ്പ് യു വിൽ അണ്ടർസ്റ്റാൻഡ് മീ. ഞാൻ പറഞ്ഞില്ല, അവർ നിങ്ങളോട് മെസ്സേജ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അവർക്കൊരു ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളെങ്ങാനും അവർ മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ തിരിച്ച് റിപ്ലൈ കൊടുക്കില്ലേ എന്നൊരു സംശയമുണ്ട്. കാരണം നിങ്ങൾ മേ ബി ദേഷ്യത്തിലായിരിക്കാം, എനിക്ക് കോൺഫ്ലിക്റ്റ് ഉണ്ടാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദേഷ്യത്തിലായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ സംസാരിക്കുമോ, അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിച്ചാലോ, ഇവിടെ എവിടെയോ നിങ്ങൾ അവരെ മനസ്സിലാക്കുമോ ഇല്ലേ എന്ന രീതിക്ക് അവർക്കൊരു ഡൗട്ട്. ഓക്കെ, അങ്ങനെ ഒരു കൺഫ്യൂഷൻ കാണുന്നുണ്ട്. ഡിപ്പെൻഡൻസ്, ഐ എം അഡിക്റ്റഡ് ടു യു, കാൺ സ്റ്റോപ്പ് മിസ്സിംഗ് യു ആൻഡ് ലവിങ് യു. ഞാൻ എന്താ പറയുന്നത്, നിങ്ങളുമായിട്ട് ശരിക്കും ഒരു യൂണിയൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്, റീസ്റ്റാർട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ശരിക്കും നിങ്ങളെ വിട്ടുമാറി നിൽക്കാനൊന്നും അവർക്ക് പറ്റുന്നില്ല. ഓക്കെ, അത്രയും അഡിക്ഷനാണ് അവർ നിങ്ങളോട് ഫീൽ ചെയ്യുന്നതൊക്കെ. ആൻഡ് ഇവിടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ, ദർ ഇസ് നോ വൺ ബിഫോർ ഓർ ആഫ്റ്റർ, യു ആർ ദി ഓൺലി വൺ എന്നാണ് പറയുന്നത്. നിങ്ങൾ തന്നെയാണ് ഒരു ലൈഫിൽ. ആക്ച്വലി ഇതിനെ ഈ വേൾഡ് കാർഡ് ഞങ്ങൾ ചില സമയത്ത് നമ്മൾ പറയാറുണ്ട്, എന്നിട്ട് നിങ്ങൾ അവരുടെ ദുനിയാവാണ് എന്നൊക്കെ പറയില്ലേ, നിങ്ങൾ അവരുടെ വേൾഡ് തന്നെയാണ്, അങ്ങനെ തന്നെയാണ് അവർ കാണുന്നത്. യു ആർ ദി ഓൺലി വൺ എന്നാണ് പറയുന്നത്. ഓക്കെ, അവരുടെ ഒരു വേൾഡ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും അവർ അതിൽ മുഴുവൻ നിങ്ങൾ തന്നെയാണ്. പക്ഷേ യെസ്, കുറച്ച് പുറമേയുള്ള കാര്യങ്ങളുണ്ട്, കോൺഫ്ലിക്ട്സ് ഉണ്ട്, നിങ്ങൾ ജഡ്ജ്മെൻറ്റ് ഇവിടെ വീണ്ടും ഉണ്ട്. നിങ്ങളവരെ മനസ്സിലാക്കില്ല എന്നൊരു തോന്നലുണ്ട് അവർക്ക്. ഓക്കെ, അവർ തെറ്റ് ചെയ്തിട്ടുണ്ട്, അത് അവരുടെ ഭാഗത്ത് മിസ്റ്റേക്കാണ്, അവർ തെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നാലും അതിനൊരു സോറിയൊക്കെ പറഞ്ഞാൽ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുമോ, നിങ്ങളത് മനസ്സിലാക്കുമോ എന്ന രീതിക്ക് ഒരു ഡൗട്ട് അവരുടെ ഉള്ളിൽ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് 1 വീക്ക് എന്താവും നോക്കാം. പേഴ്സൻ്റെ ഭാഗത്ത് 1 വീക്ക് നമുക്ക് എന്താ പ്രതീക്ഷിക്കാൻ പറ്റുക. കിങ് ഓഫ് വാൻസ്, 6 ഓഫ് പെന്റിക്കിൾസ് വീണ്ടും വന്നു. ഓക്കെ, 3 ഓഫ് കപ്സ്. ഓക്കെ, മിസ്സിങ് എനർജി ഉണ്ട് നല്ലോണം സ്ട്രോങ് ആയിട്ട്. ഓക്കെ, മിസ്സിങ് എനർജി ആൻഡ് സെപ്പറേഷൻ എനർജി എനിക്ക് കാണുന്നുണ്ട്. പേഴ്സൺ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ തമ്മിൽ അകൽച്ചയാണ്, ഈ പേഴ്സൺ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. അവർ നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട്, നിങ്ങൾ തമ്മിലുള്ള നല്ല മൊമെന്റ്സ് അവർ ഓർക്കുന്നുണ്ട്. നെക്സ്റ്റ് 1 വീക്ക്. ബ്യൂട്ടിഫുൾ, ഓ മൈ ഗാഡ്. ഓഫ്, വീണ്ടും സെയിം കാർഡ് റിപ്പീറ്റ് ആയിട്ടുണ്ട്, പേജ് ഓഫ് പെന്റിക്കിൾസ് ആൻഡ് നൈറ്റ് ഓഫ് പെന്റിക്കിൾസ്. ഓക്കെ, അവർ വരും. ഓക്കെ, അവരുടെ ഒരു മെസ്സേജ് തീർച്ചയായിട്ടും നിങ്ങളുടെ അടുത്തേക്ക്. യെസ്, നിങ്ങൾ തമ്മിൽ ഒരു എൻഡിങ് അല്ലെങ്കിൽ ഒരു സെപ്പറേഷൻ്റെ എനർജി അല്ലെങ്കിൽ ഒരു ജസ്റ്റ് അകൽച്ച എന്ന രീതിക്ക് എനിക്ക് കാണുന്നുണ്ട്. അവർ ഒരു മാപ്പ് പറഞ്ഞ് വരാനുള്ള സാധ്യതയുണ്ട്. മെസ്സേജ് ഇടും അവർ നിങ്ങളോട് കാര്യങ്ങൾ പറയാനും വീണ്ടും ഒരു റീസ്റ്റാർട്ട് ചെയ്യാൻ അവർ ശ്രമിക്കും. ഓക്കെ, അകൽച്ച ഇല്ലെങ്കിൽ ഇപ്പോൾ സപ്പോസ് നിങ്ങൾ തമ്മിൽ അങ്ങനെ ഫുൾ ടോട്ടൽ അകൽച്ച അല്ല എന്നുണ്ടെങ്കിലും ഓക്കെ, അവർ നിങ്ങളോട് ഒന്ന് കുറച്ചുകൂടി സോഫ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ കുറച്ചുകൂടി പ്രാക്ടിക്കലായിട്ട് നിങ്ങളോട് സംസാരിച്ച് വരാം. ഓക്കെ, നിങ്ങളോട് കാര്യങ്ങളൊന്ന് പറഞ്ഞ് ധരിപ്പിക്കാൻ ശ്രമിക്കുക, ആ രീതിക്ക് വരാനുള്ളൊരു സാധ്യതയാണ്. കുറച്ച് സ്ലോ ആണെന്ന് മാത്രം. ഓക്കെ, ഇപ്പോൾ ഒരു ചെറിയൊരു സെപ്പറേഷൻ്റെ എനർജിയാണ്, ബട്ട് അത് മാറി വീണ്ടും റീസ്റ്റാർട്ട് എനിക്ക് കാണുന്നുണ്ട്. 2 ഓഫ് കപ്സ് എനർജി വളരെ ലൈക്ക് ബ്യൂട്ടിഫുൾ എനർജി. 2 ഓഫ് കപ്സ് ആണ്. സോ നിങ്ങൾ തമ്മിലുള്ള ആ സോൾമേറ്റ് കണക്ഷൻ അവർ ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, നോസ്റ്റാൾജിയ, നമ്മൾ 6 ഓഫ് കപ്സ് ഒക്കെ പറയുമ്പോഴും തന്നെ നിങ്ങളെ മിസ്സിങ് എനർജി ഞാൻ പറഞ്ഞു, അതും നമ്മളൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ്റെ കാര്യമാണ് പറയുക. സോ യെസ്, നിങ്ങൾ തമ്മിൽ ആ വളരെ അറ്റാച്ച്മെൻറ്റ് വളരെ സ്ട്രോങ് ആയിട്ട് എനിക്ക് ഇവിടെ കാണുന്നുണ്ട്. കിങ് ഓഫ് വാൻസ് ഉണ്ട്. പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് നമുക്കൊരു ആക്ഷൻ കാണാൻ പറ്റും. ഓക്കെ, അവരൊരു ആക്ഷൻ എടുക്കും. അവർ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ പറയാൻ, നിങ്ങളെ കാണാൻ, മീറ്റ് ചെയ്യാനൊക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ട്. എൻ്റെ ഒരു ആക്ഷൻ നമുക്ക് അവരുടെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കാം. ഓക്കെ, കുറച്ചുകൂടി കോൺഫിഡൻ്റ് ആയിട്ട് അവർ ഓക്കെ ഇനി എന്തായാലും സംസാരിച്ചേ പറ്റൂ എന്ന് പറയില്ലേ, ആ രീതിക്കൊന്ന് മുന്നോട്ട് വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. 6 ഓഫ് പെന്റിക്കിൾസ് ഉണ്ട്. സോ അഗൈൻ ഞാൻ പറഞ്ഞ പോലെ അവർ ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ആഗ്രഹിക്കുന്നുണ്ട്. അവർ നിങ്ങൾ അങ്ങോട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ അങ്ങോട്ട് സ്നേഹം കെയർ ഒക്കെ കൊടുത്ത പോലെ അവർ തിരിച്ചും നിങ്ങളോട് അതേപോലെ ചെയ്യാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, നല്ല രീതിക്ക് മുന്നോട്ട് റിലേഷൻഷിപ്പ് കൊണ്ടുപോകണം. ഇവിടെ സെലിബ്രേഷൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, സെലിബ്രേഷൻ, ഫൺ, പാർട്ടി, മീറ്റിംഗ്. ഓക്കെ, നിങ്ങൾ തമ്മിൽ എൻജോയ് ചെയ്യുക, പാർട്ടി എവിടെയെങ്കിലുമൊക്കെ പോവുക, സെലിബ്രേറ്റ് ചെയ്യുക, ആ രീതിക്കൊക്കെ അല്ലെങ്കിൽ അത്രയും ലൈക്ക് വീണ്ടും ഒരു ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്ത് ഓക്കെ നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പ് വീണ്ടും റീബിൽഡ് ചെയ്യാൻ അവർ ആഗ്രഹിക്കുന്നു. ആൻഡ് നൈറ്റ് ഓഫ് കപ്സ് എനർജിയും ആക്ച്വലി ഒരു ജെനുവിൻ നമ്മൾ പറയില്ല സ്നേഹം, ആ സ്നേഹത്തിൻ്റെ ഒരു ഓഫറുമായിട്ട് മുന്നോട്ട് വരിക എന്നാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, അഗൈൻ 2 ഓഫ് കപ്സ് ആൻഡ് നൈറ്റ് ഓഫ് കപ്സ് പറയുന്നവരുടെ ഉള്ളിൽ ശരിക്കും ഫീലിങ്സ് അത്രയും സ്ട്രോങ് ആണ്. ഓക്കെ, വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഫീലിങ്സ് തന്നെയാണ്. ആൻഡ് ഒരു ആക്ഷൻ നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പോൾ നിങ്ങൾ മാറി നിൽക്കുന്നുണ്ടെങ്കിൽ അകൽച്ചയാണെങ്കിൽ അത് പേഴ്സൻ്റെ ഭാഗത്ത് നമുക്ക് ഒരു ഡിസ്റ്റൻസ് അവരായിട്ട് തന്നെ ഇങ്ങോട്ട് മെസ്സേജോ കാര്യങ്ങളോ വരാൻ, നിങ്ങൾ അങ്ങോട്ട് പോകരുത് കേട്ടോ. ഓക്കെ, നിങ്ങൾ അങ്ങോട്ട് പോകരുത്, വെയിറ്റ് ചെയ്യുക. അഗെയിൻ വെയിറ്റ് ചെയ്യാമെന്ന് എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ടെൻഷനാണ്. നിങ്ങൾ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ കരഞ്ഞ് വെയിറ്റ് ചെയ്തിരിക്കലല്ല. ഓക്കെ, പ്ലീസ് വിഷ്. നെക്സ്റ്റ് 1 വീക്കാണ് നമ്മൾ നോക്കുന്നത് പേഴ്സൻ്റെ ഭാഗത്തുനിന്ന്. യെസ്, ഇത് വീണ്ടും വന്നു, നാളെ വന്നു. സെയിം കാർഡ് റിപ്പീറ്റ്. ഓക്കെ, സെയിം കാർഡ്സ് റിപ്പീറ്റ് വന്നിട്ടുണ്ട്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ എന്തെങ്കിലും ചീറ്റ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അത് ഏത് തരത്തിലും ആവാം.
നിങ്ങളോട് എന്തെങ്കിലും ചെറിയ കളവ് പറഞ്ഞതുമായിരിക്കും. നമ്മൾ ചീറ്റിംഗ് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ എല്ലാവരും വലിയ വലിയ കാര്യങ്ങളാവണം നിർബന്ധമില്ല. ഓക്കെ, ചെറിയ നുണ പറയുക, എന്തെങ്കിലും കാര്യങ്ങൾ മറക്കുക, ചെറിയ എന്തെങ്കിലും സിറ്റുവേഷൻസും ആവാം. ഫാമിലി തടയുന്നു, അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങളോട് തുറന്ന് പറയുന്നില്ല. ഓക്കെ, ഫാമിലിക്ക് വേണ്ടിയിട്ട് നിങ്ങളെ മാറ്റി നിർത്തുന്നു, അങ്ങനെയായിരിക്കാം. ഓക്കെ, തേർഡ് പാർട്ടി ഉണ്ട്. ഓക്കെ, കുറച്ച് പേർക്ക് തേർഡ് പാർട്ടി, അതിപ്പോൾ ഫാമിലി, അവർ മാരീഡ് ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ റിലേഷൻഷിപ്പ് ഉണ്ടാവാം. ഓക്കെ, ഓരോരുത്തർക്കും ഓരോന്നാണ്. ബട്ട് അഗെയിൻ അവരെ വിഷ് നിങ്ങൾ തന്നെയാണ്. ഓക്കെ, മൈ ഡേ സ്റ്റാർട്ട്സ് വിത്ത് യുവർ സ്മൈൽ, ബി മൈൻ ഓൺലി. ഓക്കെ, അവരുടെ ആയിട്ടിരിക്കൂ എന്നാണ് പറയുന്നത്. അവരൊരു ആഗ്രഹമാണ്, വിഷാണ് എന്നാണ് പറയുന്നത്. ആൻഡ് ഹാർട്ട് ബീറ്റ്, യു ആർ മൈ ഓക്സിജൻ, ഇംപോസിബിൾ ടു സ്റ്റേ അലൈവ് വിത്തൗട്ട് യു എന്നാണ് പറയുന്നത്. നിങ്ങളവരെ ഓക്സിജൻ ആണ്, നിങ്ങളവരെ ശ്വാസം, ഹാർട്ട് ബീറ്റ് ഒക്കെയാണ് എന്നാണ് പറയുന്നത്. ആക്ച്വലി എൻ്റെ ഒരു വരി ഞാൻ എഴുതിയതുണ്ട്, ഹൃദയത്തുടിപ്പുകളാൽ രചിച്ചിടുന്നീ ജന്മം നിനക്കായി എന്ന് പറഞ്ഞിട്ട് ഞാൻ എഴുതിയിട്ടുള്ള ഒരു വരിയുണ്ട്. ഇത് മാച്ച് തോന്നുന്നു എനിക്ക്. ഓക്കെ, എനിവേ, റിഗ്രറ്റ് ഉണ്ട് അവർക്ക്, വിഷമമുണ്ട്. ഞാൻ പറഞ്ഞു, അവർ ചെയ്തതിന് അവർക്ക് റിഗ്രറ്റ് ഉണ്ട്. അവരെന്തെങ്കിലും നിങ്ങളോട് മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് അവർക്ക് നല്ല വിഷമമുണ്ട്, കുറ്റബോധമുണ്ട്. ഓക്കെ, അവരെങ്ങനെയാണ് അതിനെ ശരിയാക്കാൻ പറ്റുക എന്നവർ നല്ലോണം ചിന്തിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും എന്ന് അവർ ആലോചിക്കുന്നുണ്ട്. മേ ബി നിങ്ങൾ തമ്മിൽ ടോട്ടലി നിങ്ങളവരെ ബ്ലോക്ക് ചെയ്ത് പോയതോ മാറിപ്പോയതോ ഒക്കെ ആണെങ്കിൽ അവർ എങ്ങനെയാണ് നിങ്ങളെ ഒന്ന് കോൺടാക്ട് ചെയ്യുക, ഫ്രണ്ട്സിനോട് ആരോടെങ്കിലും ചോദിച്ചിട്ടോ ഒക്കെ കോൺടാക്ട് ചെയ്യാനൊക്കെ ശ്രമിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ആലോചിക്കുന്നുണ്ട് അവർ. ഓക്കെ, മറ്റു ഏതെങ്കിലും ഒരു വഴി കൂടി നിങ്ങളെ കോൺടാക്ട് ചെയ്യാനുള്ള ഒരു സാധ്യത വളരെ ഹൈ ആണ്. മേ ബി നിങ്ങൾ ഏതെങ്കിലും ഫ്രണ്ട്സ് ചിലപ്പോൾ പെട്ടെന്ന് ഇത് ആളെ കണ്ടിരുന്നു, അവർ നിങ്ങളെ പറ്റി ചോദിച്ചു എന്നൊക്കെ ചിലപ്പോൾ പറയാനുള്ള ഒരു സാധ്യതയായിരിക്കാം. ഓക്കെ, ആൻഡ് ഇവിടെ ജഡ്ജ്മെന്റ്, അവർക്ക് മെയിൻ പേടി എന്താണെന്ന് വെച്ചാൽ അവർക്ക് തെറ്റ് പറ്റിയിട്ടുണ്ട്. ഓക്കെ, ഡെഫിനറ്റ്ലി തെറ്റ് പറ്റി. ഇപ്പോൾ ഫാമിലിയുടെ വാക്ക് കേട്ടിട്ടായാലും ഫ്രണ്ട്സിൻ്റെ വാക്ക് കേട്ടിട്ടായാലും എല്ലാ തേർഡ് പാർട്ടി ആയാലും എന്ത് തന്നെ ആയാലും ഓക്കെ, അവരെവിടെയോ നിങ്ങളോടൊരു മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ മിസ്റ്റേക്ക് അല്ലെങ്കിൽ അത് നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവുമോ എന്നുള്ള ഒരു ഡൗട്ടാണ്. നിങ്ങളത് അംഗീകരിക്കുമോ, നിങ്ങൾ അവരെ മാപ്പ് കൊടുക്കുമോ എന്ന രീതിക്ക് അവർക്കൊരു വിഷമമുണ്ട്. അതാണ് ഏറ്റവും ഇവിടുത്തെ. അവരെ ഇപ്പോൾ മാറി നിൽക്കുന്നുണ്ടെങ്കിൽ അത് അതുകൊണ്ടാണ്. ഓക്കെ, അവർ സ്വന്തം തെറ്റ് തിരിച്ചറിഞ്ഞ് ആ റിഗ്രറ്റ് കൊണ്ടാണ് അവർ മാറി നിൽക്കുന്നത്, അല്ലാതെ നിങ്ങളുടെ തെറ്റല്ല ഒരിക്കലും. അത് നിങ്ങൾ മനസ്സിലാക്കാം. നിങ്ങൾ വിചാരിക്കും ഞാൻ ചോദിച്ചതുകൊണ്ടാണോ, ഞാൻ പറഞ്ഞതുകൊണ്ടാണോ, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടാണോ എന്നൊരിക്കലും ചിന്തിക്കരുത്. ഇത് അവരുടെ ഭാഗത്തെ മിസ്റ്റേക്ക് കൊണ്ടാണ് അവർ മാറി നിൽക്കുന്നതും. ഓക്കെ, സോ വിട്ടേക്കുക. അപ്പോൾ അവരോട് പിന്നാലെ ഒന്നും നിങ്ങൾ പോകരുത്. പ്രഷ്യസ് എന്ന് കാണുന്നത് ഐ എം സോ ബ്ലെസ്ഡ് ടു ഹാവ് യു ഇൻ മൈ ലൈഫ്. ഓക്കെ, 2 of Cups എനർജി ഞാൻ പറഞ്ഞിരുന്നു. സോ വളരെ സ്ട്രോങ് ആയിട്ട് ശരിക്കും നിങ്ങളോട് അറ്റാച്ച്മെന്റ് ഉണ്ട്, ഫീലിങ്സ് ഉണ്ട്, എല്ലാം ഉണ്ട്. ഓക്കെ, അവർ വരും നിങ്ങളുടെ അടുത്തേക്ക്. 1 വീക്ക് നമ്മുടെ എനർജി നോക്കുമ്പോൾ പേഴ്സണിൻ്റെ ഭാഗത്ത് നിന്ന് മെസ്സേജ് വരാനും കോൺടാക്ട് ചെയ്യാനൊക്കെ ഉള്ള സാധ്യത കാണുന്നുണ്ട്. സോ വളരെ പോസിറ്റീവായിട്ട് നിങ്ങളിരിക്കുക. ഓക്കെ, നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ടിരിക്കുക, നിങ്ങൾ പോസിറ്റീവായിട്ടിരിക്കുക. പേഴ്സൺ തിരിച്ച് വരും. എൻ്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ല, അവരുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ തന്നെ അത് നമ്മൾ സംസാരിച്ച് നമുക്ക് ശരിയാക്കാൻ സാധിക്കും, അവർ തിരിച്ചു വരും എന്നൊക്കെ ഒരു മനസ്സിൽ നിങ്ങൾ അങ്ങനെ ഉറപ്പിച്ച് വിശ്വസിക്കുക. ആൻഡ് അവരെ ചേസ് ചെയ്യാൻ പോകരുത്, അങ്ങോട്ട് വെയിറ്റ് ചെയ്തിരിക്കരുത്. നിങ്ങൾ നിങ്ങളുടെ ലൈഫ് ഹാപ്പി ആക്കാൻ ശ്രമിക്കുക. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ ലൈഫ് എൻജോയ് ചെയ്യുക. ഓക്കെ, എനിവേ, അപ്പം ഇനി ഞാൻ ഒരു 1 വീക്ക് കഴിഞ്ഞിട്ടേ ഞാൻ കാണുള്ളൂ. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ, നല്ലൊരു വീക്കായിരിക്കട്ടെ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.